ഫാമിലി ഡ്രാമയാണ്. എല്ലാവരും തിയേറ്റേഴ്സിൽ തന്നെ വന്ന് കാണുക. ഫാമിലിക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. ഇതിൽ ഒത്തിരി ലേയേഴ്സ് ഉണ്ട്. കോമഡി ഉണ്ട്, അത്യാവശ്യം കുറച്ച് എൻഗേജ് ഭയങ്കര ഭീകര തരത്തിലല്ല. കാരണം നമ്മുടെയൊക്കെ ഒരു പ്രൈവറ്റ് ലൈഫിൽ നടക്കുന്ന ചില ഇഷ്യൂസ് ഉണ്ട്. എനിക്കൊന്ന് സ്ത്രീകൾക്കും അത് കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഷ്യൂ ആണ്. സോ തിയേറ്റേഴ്സിൽ തന്നെ വന്ന് കാണുക. വേർഡ് ഓഫ് മൗത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ സ്പ്രെഡ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നല്ല പടമാണ്. ആരുടെ കൂടുതൽ ഇഷ്ടപ്പെട്ട അഭിനയം? ആ കോമഡിയാണോ കൂടുതലായിട്ട്? എല്ലാം ഉണ്ട്. ഫുള്ള് ഫാമിലി എൻ്റർടൈൻമെൻറ്റ്. ഹൈവേ സ്ത്രീകൾക്കെതിരെയുള്ള ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ, അതിൻ്റെയൊക്കെ എന്തിനെ എല്ലാവരും കാണേണ്ട സംഭവമാണ്. തിയേറ്ററിൽ പോയി തന്നെ കാണണം. മൊത്തത്തിൽ വർക്ക് ചെയ്തതിലും ഒരുപാട് ഹാപ്പിയുണ്ട്. കാരണം ഞങ്ങളൊരു പേഴ്സണലായിരുന്നു. അപ്പോൾ അതൊരു ഫാമിലി പോലെയാണ്. ത്രൂ ഔട്ട് ഞങ്ങളുടെ നാട്ടിൽ ചേട്ടനും എല്ലാവരും കൂടെ ആയിട്ട് ഫാമിലി പോലെയാണ്. പടം അടിപൊളിയായിട്ട് കണ്ടിറങ്ങിയപ്പം സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ കാണും. കോമഡിയൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. ഓക്കെ, ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുക? കോമഡി ഫാമിലിയാണോ? മിക്സ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഒരു ബോറടിയില്ല, ലാഗില്ല, കണ്ടിരിക്കാൻ പറ്റും. സുരാജ് ബിജുമേന കോംബോ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അതൊക്കെ വർക്കൗട്ട് ആയി? കോംബോ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തു. കോമഡിയൊക്കെ കൂടുതൽ ചെയ്തിരിക്കുന്നത് ബിജുമേനോൻ്റെ സൈഡിൽ. താങ്ക് യു. പടം ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ട്. നല്ല കോമഡി ഉണ്ട്, ആക്ഷൻ സീക്വൻസുകളുണ്ട്. പൊതുവേ എല്ലാവർക്കും കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു പടമാണെന്ന് തോന്നുന്നു. കോമഡിയൊക്കെ വർക്കാവുന്നുണ്ട്. അപ്പോൾ ഓഡിയൻസിന് കൂടി കാണാൻ പറ്റി. സന്തോഷം. എല്ലാവരെയും കാണുക, കാണാത്തവർ കാണുക. കോമഡി എൻ്റർടൈനറാണ്. കുറച്ച് അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിനിടയ്ക്കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. ഫാമിലിക്ക് കാണാം. താങ്ക് യു. നല്ല സിനിമയാണ്. ഫാമിലി അടിപൊളി ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുക ഫാമിലിക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. കഥ എങ്ങനെയാ? നല്ല ഇൻട്രസ്റ്റിംഗ് ആണോ തുടക്കം മുതൽ തന്നെ? ഓക്കെ, താങ്ക് യു. പടം ഞാനിപ്പോഴാണ് കാണുന്നത്. കണ്ടപ്പോഴത്തേക്ക് അതിനകത്ത് ആ ഒരു എല്ലാ എലമെൻസും ഉണ്ടല്ലോ. ഇപ്പോൾ ഫൈറ്റ് ആണെങ്കിൽ അതും എൻ്റർടൈനറാണ്, ഫാമിലി എൻ്റർടൈനറാണ്. ബിജുച്ചേട്ടൻ ഇവരുടെ കൂടെ വർക്ക് ചെയ്ത ആ ഒരു മെമ്മറീസ് എല്ലാം ഇങ്ങനെ വന്ന് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു മൊമെൻറ്റിൽ. അപ്പോൾ എല്ലാവരും പോയി കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. ട്രെയിലർ കാണുമ്പോൾ ഒരു കോമഡി പോലെയാണ് തോന്നുന്നത്. പടം മൊത്തത്തിൽ എങ്ങനെയുണ്ട്? ശരിക്കും പടം കോമഡിനെക്കാട്ടിലും ഉപരി ശരിക്കും നടക്കുന്ന, ഇപ്പം നമ്മളെല്ലാം ചുറ്റുമുള്ളൊരു സംഭവം, നടക്കുന്ന സംഭവമാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. സോഷ്യലി ഒരു റെലവൻ്റ് ആയിട്ടുള്ള സാധനം എന്നത് പറയുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം കോമഡിനെക്കാട്ടിലും ഉപരി ഒരു ഫാമിലി എൻ്റർടൈനർ ഡ്രാമയാണ് പടം. താങ്ക് യു സോ മച്ച്. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.